പ്രിയങ്കയാണ് താരം. രാജ്യം ഇപ്പോൾ പ്രിയങ്കയ്ക്ക് കൈയടിക്കുകയാണ്. ഒരൊറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രിയങ്ക അവരുടെ സത്യപ്രതിജ്ഞയുടെ 3-ാം ദിവസം സഭയിൽ അമിത്ഷായെ വെല്ലുവിളിച്ചിരുന്നു. ഈ വെല്ലുവിളിയിൽ പ്രിയങ്കയോടൊപ്പം കട്ടയ്ക്ക് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതോടെ മോദിയുടെ സ്വപ്ന പദ്ധതിക്ക് പൂട്ടുവീഴുകയാണ് ഉണ്ടായത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബിൽ റദ്ദ് ചെയ്തുകൊണ്ടാണ് കമ്മീഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ബിൽ പാർലമെന്റിൽ എത്തിയപ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രിയങ്ക അധികാരത്തിൽ കയറി സീറ്റ് ഉറപ്പിച്ചത്. ഇവിടെ രാഹുലിന്റെ അസാന്നിധ്യത്തിൽ പോലും പാർലമെന്റിൽ BJP വിറപ്പിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു. അതൊരു നേട്ടമാണ്. ഒടുക്കം വോട്ടിനിട്ടപ്പോൾ ചരിത്രത്തിലാദ്യമായി BJP തോൽക്കുകയും മോദി പാർലമെന്റിൽ കാല് കുത്താതിരിക്കുകയും ചെയ്തതും നമ്മൾ കണ്ടു. അതിനു പിന്നാലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ JPCക്ക് വിട്ടതോടെ അതിൽ അംഗമായും പ്രിയങ്ക തിളങ്ങി. ഇവിടെ 18,000 പേജുള്ള റിപ്പോർട്ടുമായി BJP നീല ട്രോളി ബാഗിൽ എത്തിയപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്? EVM വരുന്നതിന് മുൻപുള്ള കണക്കുകൾ നിരത്തി ചെലവ് ചുരുക്കാമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പ്രിയങ്ക പ്രഖ്യാപിച്ചതോടെ നിതീഷ് കുമാറിന്റെ JDU പോലും പ്രിയങ്കയ്ക്കൊപ്പം നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് നടത്തിയെടുക്കൽ അപ്രായോഗികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നതോടെ BJPയുടെ പദ്ധതിക്ക് മുന്നോട്ടു നീങ്ങാൻ യാതൊരു വഴിയുമില്ല എന്നായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യൻ പ്രചാരണത്തിലേക്ക് എത്തിക്കാനുള്ള ചുമതല അനിൽ ആന്റണിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർത്തും ഈ ബിൽ നടത്തിയെടുക്കൽ അപ്രായോഗികമാണ് എന്ന കാര്യം കാരണസഹിതം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനം മന്ദഗതിയിലായി പോകും. സകല ഉദ്യോഗസ്ഥരെയും ഒരു തെരഞ്ഞെടുപ്പിനായി വിനിയോഗിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റു വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക? അതുകൊണ്ട് മനുഷ്യ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ടുള്ള നടത്തിയെടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടിനെ കമ്മീഷൻ ഇവിടെ അടിവരയിട്ട് പറയുന്ന സാഹചര്യത്തിൽ മോദിക്കും കേന്ദ്ര BJPക്കും മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ മോഡി സർക്കാരിന്റെ തലതിരിഞ്ഞ നയമായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമ്പോൾ പെരുമാറ്റച്ചട്ടം സുപ്രധാന വെല്ലുവിളിയാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം കാരണം വികസന പ്രവർത്തനം നടക്കുന്നില്ലെന്ന് വാദിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിന് ഘടകവിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഭരണഘടനാ ഭേദഗതി അനിവാര്യമായ സാഹചര്യത്തിലാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കുന്നത്.